ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാവട എന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും, രസമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു തെറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് സവാള, നമുക്ക് ഇത്തിരി വലിപ്പമുള്ള സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില കുറച്ച് അത്യാവശ്യം. നമ്മൾ സവാള ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ നമ്മൾ കറിവേപ്പില. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് മുളക് പൊടിയേ പറ്റുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് എടുക്കുക. പച്ചമുളക് ആവശ്യമുണ്ട്. പച്ചമുളക് കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മുളക് പൊടി എടുത്തത്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക, കൂടരുത്. പിന്നെ നമുക്ക് അടുത്തത് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇടുക. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സവോളയിലത്തെ വെള്ളം ഉണ്ടാവും, അത് മാത്രം പോരാ. നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ, കുറേ ആവാൻ പാടില്ല കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് സാധാരണ ഏത് ഷേപ്പിലാണ് നമുക്ക് സാധാരണ പക്കവട നമ്മളൊരു റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റൗണ്ടായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ എണ്ണ ഒഴിച്ചിട്ട് വറക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഓരോ പീസായിട്ട് ഇട്ടു മാറ്റി കൊടുക്കുക. ഇല്ലല്ലോ, ഇതൊന്ന് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതൊരു റെഡ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറാണ് വരെ നമ്മളിതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ക്രിസ്പി ആവണം അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയും. നമ്മൾ നല്ല മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇങ്ങനെ ആവണം. നമ്മളത് സെറ്റായിട്ടുണ്ട്, അത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പക്കാവട ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം. ചായയുടെ വെള്ളം നമ്മൾ വെച്ചിട്ടുള്ളൂ. ചായ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇടാം. അമ്മയാണ് ഇടുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് പഞ്ചസാര. അപ്പോൾ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.